നമസ്കാരം. മമ്മി എന്ന ഹോളിവുഡ് സിനിമ കണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു രംഗമുണ്ട്. പിരമിഡിനുള്ളിൽ നിധി തേടിയെത്തിയ ഒരാളുടെ ദേഹത്തിനുള്ളിലേക്ക് കരിവണ്ടുകൾ തുരന്ന് കയറി തൊലിക്കടിയിലൂടെ ഓടി നടക്കുന്ന ഭീകര ദൃശ്യം. അത് പക്ഷേ വെറും ഭാവന മാത്രമാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ തൊലിക്കടിയിലൂടെ ഒരു കുഞ്ഞൻ ഉരുളൻ എട്ടുകാലി ജീവി തുരന്ന് കയറി പതുക്കെ നീങ്ങി പോകുന്നത് ഒന്ന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ആലോചിക്കുമ്പോൾ തന്നെ ഉളുത്ത് കയറും. പക്ഷേ ഇത് കഥയല്ല, കാര്യം തന്നെ. ലോകത്തെങ്ങും ഓരോ വർഷവും 20 കോടിയിലേറെ ആളുകളെ ഇത്തരത്തിലുള്ള എട്ടുകാലി ജീവികൾ തൊലിക്കടിയിലൂടെ തുരന്നു പോയി ഉപദ്രവിക്കുന്നുണ്ട്. സർക്കോപ്റ്റസ് സ്കാബി എന്ന് വിളിക്കുന്ന ഈ കുഞ്ഞൻ ജീവികളെ വിളിക്കാൻ മലയാളത്തിൽ കൃത്യമായിട്ടുള്ള പേരില്ല. ചെള്ള് എന്ന് വിളിച്ചാൽ നമ്മൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. നമ്മുടെ സങ്കല്പത്തിലുള്ള ചെള്ളുകൾ പലതരത്തിലാണ്. അതിനാൽ നമുക്കിവയെ മൈറ്റ് എന്ന് തന്നെ വിളിക്കാം. ഇവർക്ക് നമ്മുടെ ദേഹത്ത് പറ്റിപ്പിടിച്ച് കിടക്കാൻ ഒരവസരം കിട്ടിയാൽ പിന്നെ വിടില്ല. തൊലി തുരന്ന് ഉള്ളിൽ കിടക്കും. പിന്നെ അവരുടെ ജീവിതം നമ്മുടെ തൊലിയുടെ അടിയിലാകും. ഇവരാണ് സ്കാബീസ് എന്ന പേരിലുള്ള ചൊറിയും ചരങ്ങും എന്നൊക്കെ നമ്മൾ പണ്ട് വിളിച്ചിരുന്ന ഒരു രോഗമുണ്ടാക്കുന്നത്. കുറച്ച് വർഷം മുമ്പ് വരെ നമ്മുടെ നാട്ടിലും കേരളത്തിലും ഒക്കെ വളരെ വ്യാപകമായിരുന്നു സ്കാബീസ്. ഇത്തരത്തിൽ സ്കാബീസ് ചൊറി വന്നിട്ട് തലയിലും കൈവിരലുകളുടെ ഇടയിലും ഒക്കെ ജൻഷൻ വയലറ്റ് എന്ന പേരുള്ള നമ്മുടെ ഉജാലയുടെ നിറമുള്ള ഒരു മരുന്ന് പുരട്ടിയിട്ട് പുള്ളി കുത്തിയതുപോലെ തലയൊക്കെ ആയിട്ട് മുട്ടയടിച്ച് എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ടായിരുന്നു. ആർത്രോപോഡ ഫൈലത്തിൽപ്പെടുന്ന ഈ കുഞ്ഞു ജീവികൾ അരാക്നിഡെ എന്ന് വിളിക്കുന്ന ഓർഡറിലാണ് ഉൾപ്പെടുക. ടിക്ചെള്ളുകളും ചിലന്തികളും തേളുകളും ഒക്കെ ഉൾപ്പെടുന്ന വിഭാഗം. ഇവയെപ്പറ്റി കേട്ടിട്ട് ഇത് വലിയ ഉരുളൻ എട്ടുകാലി ജീവിയാണെന്നൊന്നും കരുതണ്ട. സൂചിയുടെ മുനയിലും വലിപ്പം കുറവാണിത്. അതിനാൽ ലെൻസിലൂടെ നോക്കിയാലേ ഇവയെ കാണാൻ പറ്റൂ. ഈ മൈറ്റുകളുടെ തന്നെ പല വിഭാഗങ്ങളുണ്ട്. മനുഷ്യരെ മാത്രമല്ല, പട്ടികൾ, പൂച്ചകൾ, ആടുകൾ, കാട്ടുപന്നികൾ തുടങ്ങി മനുഷ്യക്കുരങ്ങുകളെ വരെ ആക്രമിക്കുന്നവരാണ് ഇവർ. പക്ഷേ ഇത്തരത്തിലുള്ള മറ്റു മൃഗങ്ങളിലെ മൈറ്റുകൾക്കൊക്കെ മനുഷ്യ ശരീരത്തിലും കയറാൻ പറ്റുമെങ്കിലും അവിടെ പെരുകാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. സർക്കോപ്റ്റസ് സ്കാബി അതിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹോമിനീസ് എന്ന് പറയുന്ന വിഭാഗം മൈറ്റുകൾ മാത്രമാണ് മനുഷ്യരുടെ തൊലി തുരന്ന് ഉള്ളിൽ കയറി അവിടെ പെരുകി നമുക്ക് രോഗമുണ്ടാക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ മുഖമൊഴിച്ചിട്ടുള്ള എല്ലാ ഭാഗത്തും ഇവർ കയറിക്കൂടും. കണങ്കൈ, വിരലുകളുടെ ഇടകൾ, കാൽപാദം, കക്ഷം, വയറിൻ്റെ മടക്കുകൾ, അരക്കെട്ട്, ചന്തി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇവ തുരന്ന് കയറിക്കൂടും. കുട്ടികളിലാണ് ഇത് തലയിൽ കൂടുതലായിട്ട് കാണുക. അതുപോലെ പ്രതിരോധശേഷി കുറഞ്ഞവരിലും ആക്രമണം ജോറായിട്ടായിരിക്കും. രാത്രിയാണ് ചൊറിച്ചിൽ കൂടുക. ഈ ചൊറിഞ്ഞ് തൊലിപ്പുറം നമ്മൾ തന്നെ മുറിപ്പെടുത്തും. അവിടെ ബാക്ടീരിയകൾ വളർന്ന് പഴുപ്പുണ്ടാക്കും. അതായത് ചിരങ്ങും പഴുപ്പും ഒക്കെ കൂടിക്കുഴഞ്ഞ ഒരവസ്ഥയാവും പിന്നെ ഉണ്ടാകുക. ഒരു പിടിയും കിട്ടാതെ ഒരു അലമ്പ് രോഗമായിട്ടായിരുന്നു ഇതിനെ ആദ്യം കണക്കാക്കിയിരുന്നത്. വളരെ വേഗത്തിൽ ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് ഇത് പടരുകയും ചെയ്യും. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു ലോകത്തെങ്ങുമായിട്ട് ഇങ്ങനെ കാരണമറിയാതെ ചൊറിഞ്ഞ് ജീവിതം നരകിച്ച് തീർത്തത്. സാധാരണയായിട്ട് അനാഥാലയങ്ങൾ, ജയിലുകൾ, പട്ടാള ക്യാമ്പുകൾ, സ്കൂളുകൾ, ആളുകൾ തിങ്ങി നിറഞ്ഞ് പെരുമാറുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇടങ്ങൾ, അതുപോലെ വൃത്തിയും വെടുപ്പും കുളിയും ഒന്നുമില്ലാതെ കൂടിക്കലർന്ന് ആളുകൾ ഇങ്ങനെ ജീവിക്കുന്ന പ്രദേശങ്ങൾ ഒക്കെയാണ് ഇവരുടെ വിഹാര കേന്ദ്രങ്ങൾ. ഒട്ടും കുളിക്കാതെയും മുട്ടി ഉരുമിയും ഒക്കെ ജീവിക്കുന്നവരിൽ ഇത് വളരെ കൂടുതലായിട്ട് പടരുകയും ചെയ്യും. ഇറ്റാലിയൻ ബയോളജിസ്റ്റുകളായിട്ടുള്ള ജിയോവന്നി കോസിമോ ബൊണോമോയും ഡയസിൻഡോ സിസ്റ്റോണിയും ചേർന്നാണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. മനുഷ്യരിലെ ഈ മാരകമായിട്ടുള്ള ചൊറി രോഗം ഉണ്ടാക്കുന്നത് ഈ മൈറ്റാണ് എന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത്. മുട്ടയിടാനായിട്ട് ഈ മൈറ്റുകൾ ശരീരത്തിൻ്റെ തൊലിക്ക് സമാന്തരമായിട്ട് 1 സെൻറ്റിമീറ്റർ നീളത്തിൽ എസ് ആകൃതിയിലൊക്കെയുള്ള ഒരു മാളം ഉണ്ടാക്കും. തുരന്ന് മാളം ഉണ്ടാക്കും. ഇങ്ങനെ മാളം തുരക്കുമ്പോഴും അതിലൂടെ സഞ്ചരിക്കുമ്പോഴും ഉണ്ടാകുന്ന അസ്വസ്ഥതയും വേദനയുമാണ് നമ്മളെ അവിടെ ചൊറിയാൻ പ്രേരിപ്പിക്കുന്നത്. ഇതൊരു പുതിയ അറിവായിരുന്നു. ശരീരത്തിനുള്ളിലെ മറ്റ് ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ചൊറി വരുന്നത് എന്നായിരുന്നു അതുവരെ ലോകം കണക്കാക്കിയിരുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ജീവി നമ്മുടെ ശരീരത്തിൽ ഒരു രോഗത്തിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രലോകം തിരിച്ചറിയുന്നത്. അതിനാൽ തന്നെ മനുഷ്യ ചരിത്രത്തിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കണ്ട ആദ്യമായുള്ള രോഗകാരിയായിട്ടുള്ള സൂക്ഷ്മജീവിയായിട്ടാണ് ഈ മൈറ്റിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഈ സ്കാബീസ് മൈറ്റിന് പ്രത്യേക പദവിയുണ്ട്. അപ്പോൾ ഈ ചൊറിയൻ മൈറ്റിന്, സ്കാബീസ് മൈറ്റിന് 7 കൊല്ല ചൊറിയൻ അല്ലെങ്കിൽ 7 ഇയർ മൈറ്റ് എന്നും പേരുണ്ട്. സ്കാബറ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ ചൊറിയൽ എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയാണ് ഈ രോഗത്തിന് സ്കാബീസ് എന്ന പേരും വന്നത്. ആദ്യമായി ഒരാളുടെ തൊലിയിൽ ഈ മൈറ്റ് എത്തിക്കഴിഞ്ഞാൽ 2 മുതൽ 6 ആഴ്ച വരെയുള്ള കാലത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ തുടങ്ങുക. എന്നാൽ ഒരു പ്രാവശ്യം ഈ രോഗമൊക്കെ വന്ന് മാറിയ ഒരാൾക്ക് പിന്നീട് ഒരു പ്രാവശ്യം ഈ സ്കാബീസ് മൈറ്റ് കയറുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ലക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്യും.
എന്തായാലും ഈ മൈറ്റിനെ കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ പേടി കുറച്ച് കുറവായിരിക്കും. പക്ഷേ മൈക്രോസ്കോപ്പിലൂടെയുള്ള ഇതിൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു പോകും. നമ്മുടെ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഏലിയനൊക്കെ ആയിട്ടുള്ള വളരെ ക്രൂരനായിട്ടുള്ള ഒരു ജീവിയുടേതുപോലുള്ള വികൃത രൂപമാണ് ഇതിന്. പ്രായമായ മൈറ്റുകൾക്ക് മുന്നിലും പുറകിലുമായിട്ട് 2 ജോഡി വീതം കാലുകൾ ഉണ്ടാവും, അങ്ങനെ 8 കാലുകൾ. അടിഭാഗം പരന്നും മേൽഭാഗം ഉരുണ്ടുമുള്ള അണ്ഡാകൃതിയിലുള്ള ഇവയുടെ രൂപത്തിന് പുറത്ത് പടച്ചട്ടകളുടെയൊക്കെ മുകളിലുള്ള ലോഹമുള്ളുകൾ പോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തൊലിയുടെ ഉള്ളിലൂടെയൊക്കെ തുരന്ന് പോകുമ്പോൾ ഒരു പിടുത്തം കിട്ടാൻ ഈ ലോഹമുള്ളുകളാണ് ഇവയെ സഹായിക്കുന്നത്. അതേപോലെ ശരീരത്തിൻ്റെ മടക്കുകളിൽ എഴുന്നു നിൽക്കുന്ന ഏതാനും രോമങ്ങളും ഉണ്ടാവും. 0.3 മുതൽ 0.4 മില്ലിമീറ്റർ വരെ മാത്രമേ ഇവയുടെ പെൺമൈറ്റുകൾക്ക് വലിപ്പം ഉണ്ടാവുള്ളൂ. ആൺമൈറ്റുകൾക്ക് അതിലും കുറവായിരിക്കും വലിപ്പം. മുഖത്ത് കണ്ണൊന്നും ഇല്ലാതെ ഇവരുടെ സഞ്ചാരം മുഴുവൻ ഈ ഉള്ളിലൂടെ ഇങ്ങനെ തുരന്നു പോകാൻ വേണ്ടി മാത്രമാണ്. നീളൻ സക്കറുകൾ ഘടിപ്പിച്ചവയാണ് ഇവയുടെ കാലുകൾ. അതായത് ഇണചേർന്ന് മുട്ടയിടാൻ പാകമായിട്ടുള്ള ഒരു പെൺമൈറ്റ് എങ്ങനെയെങ്കിലും വേറൊരാളുടെ തൊലിയിൽ വന്നു വിട്ടാൽ അപ്പോൾ പണി തുടങ്ങും. തൊലിയിലെ ഏറ്റവും പുറത്തെ പാളിയായിട്ടുള്ള സ്ട്രാറ്റം കോർണിയം ആണ് തുരന്ന് പകച്ച് ഉള്ളിൽ കയറുന്നത്. ഇവയുടെ സക്കറുകളിലെ ചില ദ്രവങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പാളിയെ ദ്രവിപ്പിച്ച് ആണ് ഇവ തുരന്ന് ഉള്ളിലേക്ക് കയറുക. അത്ര പെട്ടെന്നൊന്നും തുരന്ന് തൊലിയുടെ ഉള്ളിലേക്ക് കയറാൻ ഇവർക്ക് പറ്റില്ല. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ തുരന്നാണ് ഇവർ ഉള്ളിൽ കയറുക. അതിനുശേഷം ഈ ഏറ്റവും മുകളിലെ പാളിയുടെ ഉള്ളിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലം മുട്ടയിടാനായിട്ട് തുരന്നുണ്ടാക്കിയാണ് ഇവർ ചെയ്യുന്നത്. ദിവസേന 1-2 മുട്ടകൾ ഇട്ടിട്ട് തുരന്ന് പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഈ മാളത്തിന്റെ ആകൃതിയിൽ തൊലിക്കടിയിൽ എസ് എന്ന് എഴുതിയതുപോലെയായിരിക്കും. ചിലരുടെ തൊലിയിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് തെളിഞ്ഞ് കാണാനും പറ്റും. 2 മാസം വരെയുള്ള ആയുഷ്കാലത്തിനിടയിൽ ഇങ്ങനെ ഓരോ ദിവസവും 2-3 മുട്ടകൾ വെച്ച് മുന്നോട്ട് ഇവ തുരന്ന് നീങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തുരന്ന് എത്തിയ സ്ഥലത്ത് ആയുസൊടുങ്ങി പെൺമൈറ്റ് ചത്ത് കിടക്കും. ഇത്രയധികം ദിവസം മുട്ടയിട്ടെങ്കിലും ഇട്ട മുട്ടകളുടെ ഒരു 10% ബാക്കിയാവുകയുള്ളൂ. നമ്മൾ കുളിക്കുമ്പോഴും ഉരച്ച് കഴുകുമ്പോഴും മാന്തുമ്പോഴും ഒക്കെ ഈ മുട്ടകളിൽ കുറേയൊക്കെ തെറിച്ച് പുറത്തേക്ക് പോകും. ബാക്കിയായ മുട്ടകൾ 3 മുതൽ 10 ദിവസം കൊണ്ട് വിരിയും. ഈ മുട്ടകൾ വിരിഞ്ഞു വരുന്ന ലാർവ കുഞ്ഞുങ്ങൾക്ക് 6 കാലുകളെ ഉണ്ടാവുള്ളൂ, അതായത് 3 ജോഡി കാലുകൾ. അവ ഈ ഗർഭഗൃഹ മാളത്തിൽ, അതായത് എസ്സാകൃതിയിലുള്ള ഗുഹയിൽ നിന്നും പതുക്കെ ഇഴഞ്ഞു പുറത്തേക്ക് വരും. എന്നിട്ട് ഒളിവിടം കണ്ടെത്തും. അതായത് ഇവർക്ക് അവിടെ ഒളിക്കാനുള്ള സ്ഥലം നമ്മുടെ രോമക്കുഴികളാണ്. ആ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇവ 3-4 ദിവസം കൊണ്ട് ഇവയുടെ ഈ ലാർവകൾ ഉറപ്പൊഴിച്ച് ഒരു കുഞ്ഞ് നിംഫായിട്ട് മാറും. ആ നിംഫുകൾക്ക് 8 കാലുകൾ ഉണ്ടാവും. ഏകദേശം ഈ മൈറ്റുകളുടെ സമാനമായിട്ടുള്ള രൂപവും സ്വഭാവവും ഒക്കെ തന്നെയാണ്. ഈ ഉറപ്പൊഴിക്കൽ വീണ്ടും 2 തവണ കൂടി ആവർത്തിക്കും. അതായത് നിംഫുകൾ ഉറപ്പൊഴിച്ച് വളരും. അങ്ങനെ 2-3 ആഴ്ചകൾ കൊണ്ട് നിംഫുകൾ വളർച്ച പൂർത്തിയാക്കും. ഇങ്ങനെ ഉറപ്പൊഴിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ആൺമൈറ്റുകൾ പെൺമൈറ്റുകളെ അന്വേഷിച്ച് യാത്ര ആരംഭിക്കും. അവസാനത്തെ ഉറപ്പൊഴിക്കലിന് കാത്തു നിൽക്കുന്ന പെൺമൈറ്റുകളെ പോലും ആ ഉറ തുരന്ന് ഇവ ഇണചേരും. ഒരു ഇണചേരൽ മാത്രമേ ആൺമൈറ്റിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുള്ളൂ, പെൺമൈറ്റിൻ്റെ കാര്യത്തിലും. ജീവിതകാലം മുഴുവൻ ഇടേണ്ട മുട്ടകളെ അത്രയും സജീവമാക്കേണ്ട അത്ര ബീജ കൈമാറ്റം ആ ഒറ്റ ഇണചേരലിൽ സംഭവിക്കുകയും ചെയ്യും. ആൺമൈറ്റുകൾക്ക് ആയുസ് വളരെ കുറവാണ്. ഒരു ഇണചേരലോടെ തന്നെ ആൺമൈറ്റുകൾ ചരമമടയുകയും ചെയ്യും. ഇണചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പെൺമൈറ്റിന് നിക്കപ്പുറതിയില്ല, മുട്ടയിടണം. മുട്ടയിടാനുള്ള സുരക്ഷിത ഇടം തേടിയുള്ള മാളം തുരക്കാനുള്ള സ്ഥലം അന്വേഷിച്ചുള്ള പരക്കം പാച്ചിലാണ് പിന്നെ. അതേ മനുഷ്യൻ്റെ തന്നെ തൊലിയിൽ വേറൊരിടത്ത് എസ്സാകൃതിയിൽ ദ്വാരം തുരക്കുന്നതിന് പകരം ചിലപ്പോൾ ഇയാളുമായിട്ട് തൊട്ടുമുട്ടി നിൽക്കാൻ അവസരം കിട്ടിയ നിർഭാഗ്യവാൻ്റെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്യും. മറ്റൊരാളുടെ ദേഹത്ത് തുരന്ന് കയറലാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ഇവയുടെ സാന്നിധ്യവും തുരപ്പും ചലനവും ഒക്കെ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളാണ് ആദ്യ ചൊറിക്ക് കാരണമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ മറിയും. ആകെ ഒരു 10-13 മൈറ്റുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഒരു ഭാഗത്ത് ഉണ്ടാകുക. വലിപ്പം ആലോചിക്കുകയാണെങ്കിൽ വളരെ നിസ്സാരം. ഇവയുടെ എല്ലാത്തിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ ഒരു ചോക്ക് പൊടിയുടെ അത്ര വലിപ്പമില്ല. ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇവയുടെ മുട്ട, ലാർവ, നിംഫ് എന്നിവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അലർജനുകൾ പ്രശ്നം ഗുരുതരമാക്കും. ഇതുകൂടാതെ മൈറ്റുകൾ ഇട്ടുവെക്കുന്ന പാക്കറ്റ് കണക്കിന് മലത്തിൽ അതിൻ്റെ വയറ്റിലെ പ്രോട്ടീനുകളും കൂടി കാണും. അവയും അലർജി ഉണ്ടാക്കും. തിണർപ്പും ചുവന്ന അടയാളങ്ങളും ഒക്കെ ഉണ്ടാകും. ചികിത്സയൊന്നും ചെയ്യാതെ ഇവയെ തോന്നിയ പോലെ വളരാൻ വിട്ടാൽ സ്ഥിതി ഗുരുതരമാകും. അതായത് സെക്കൻഡറി ഇൻഫെക്ഷനുകൾ തൊലിയിൽ പിടിപെടും. ഈ ലോകത്ത് യുദ്ധമില്ലാതാകണമെങ്കിൽ സ്ത്രീ പുരുഷ ജാതി മത വ്യത്യാസമില്ലാതെ സർവർക്കും പരമരസികൻ വരട്ട് ചൊറി വരണമെന്ന് ബഷീർ പറഞ്ഞിട്ടുണ്ട്. ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ സമാധാനമായിട്ടുള്ള ഒരാനന്ദവും ലോകത്ത് വേറെയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ബഷീർ ഉദ്ദേശിച്ച ചൊറി ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അത്തരത്തിലുള്ള ചൊറികളും നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ സ്കാബിസ് എന്ന് പറയുന്നത് ഒരു 1-1.5 ചൊറിയാണ്. ഇത്തരത്തിലുള്ള ചൊറി വളരെ വേഗത്തിൽ ഒരാളിൽ നിന്നും വേറൊരാളിലേക്കും പകരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. പൊതുവിടങ്ങൾ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കും സ്കാബിസ് പിടിപെടാം. ഈ സ്കാബിസ് ചൊറി പിടിച്ച ഒരാളെ 10 മിനിറ്റ് ചേർന്ന് സ്പർശിച്ചിരുന്നാൽ നമ്മുടെ ദേഹത്തേക്കും സ്കാബിസ് എത്താനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ വസ്ത്രങ്ങൾ, വിരിപ്പുകൾ എന്നിവയിലൂടെയൊക്കെയും സ്കാബിസ് മൈറ്റുകൾ ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് എത്താം. 3 ദിവസത്തിനപ്പുറം മനുഷ്യ ശരീരത്തിന് പുറത്ത് ഈ പഹയന്മാർക്കും പഹച്ചികൾക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. അതുകൊണ്ട് തന്നെ നല്ല വ്യക്തി ശുചിത്വ ശീലങ്ങൾ പരിപാലിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത് ഈ മൈറ്റുകൾ നമ്മുടെ ദേഹത്തെത്താതെ തടയാൻ സഹായിക്കും. പക്ഷേ ഇതൊട്ടും ശ്രദ്ധിക്കാതെയോ ദീർഘകാലം ചികിത്സിക്കാതെയോ ഇരുന്നാലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും പ്രായമായവരിലും HIV, എയ്ഡ്സ് ബാധിതരിലും ക്യാൻസർ ചികിത്സ മൂലം ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയവരിലും ഒക്കെ ഇവയുടെ പ്രവർത്തനം ഗുരുതരമാക്കും. ഇത്തരക്കാരിൽ ശാരീരിക പ്രതിരോധം കുറവായതിനാൽ തന്നെ ഉള്ളിൽ കയറിയ മൈറ്റുകളൊക്കെ തുരന്ന് മുട്ടകൾ ധാരാളം ഇട്ടുവെക്കും. ആ മുട്ടകളൊക്കെ വിരിയും. അങ്ങനെ മുഖമൊഴിച്ചുള്ള മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ പതുക്കെ പടരുകയും ചെയ്യും. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മുഴുവനായിട്ടും ചെതുമ്പലുകൾ പോലെ തൊലി അടർന്ന് വിണ്ട് കീറി പൊരിഞ്ഞ് കിടക്കുന്നുണ്ടാവും. പക്ഷേ എങ്കിലും ഇത്രയധികം ശരീരഭാഗത്തിലുണ്ടെങ്കിലും അവയ്ക്ക് ചൊറിച്ചിൽ കുറവായിരിക്കും. അല്ല, മൊത്തം പരുകെട്ടിയാൽ പിന്നെ എന്ത് ചൊറിച്ചിൽ എന്നും നമുക്ക് തോന്നും. സാധാരണഗതിയിൽ ഒരാളുടെ ശരീരത്തിൽ ഒരു 10-15 മൈറ്റുകൾ മാത്രമായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇത്തരത്തിലുള്ള ചികിത്സിക്കാതെ ഉണ്ടാകുന്ന ക്രസ്റ്റഡ് സ്കാബീസ് എന്ന് പറയുന്ന നോർവീജിയൻ സ്കാബീസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ ഒരാളുടെ ശരീരത്തിൽ 20 ലക്ഷം വരെയൊക്കെ മൈറ്റുകൾ ഉണ്ടാവും. അതുപോലെ ഇവരിൽ നിന്നും മറ്റാളുകളിലേക്ക് വേഗത്തിൽ പടരുകയും ചെയ്യും. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും സ്കാബീസിനെ പറ്റിയിട്ടുള്ള ഭയം അത്രയധികമൊന്നും വേണ്ട. ശുചിത്വ ശീലങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പരമാവധി അവയെ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ നാടുകളിൽ വളരെ കുറവ് മാത്രമാണ് ഇപ്പോഴുള്ളത്. എങ്കിലും പുറമേ നിന്നെത്തിയ പല തൊഴിലാളികളുടെ ശരീരത്തിലും ഇപ്പോഴും സ്കാബീസ് ഉള്ളതായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. സ്കാബീസ് അങ്ങനെ പിടിപെട്ടാലും അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല. നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോയി എന്ന് വെച്ചിട്ട് ഭയപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ള ലേപനങ്ങളും ഉള്ളിൽ കഴിക്കേണ്ട മരുന്നും ഒക്കെ ലഭ്യമാണ്. സൾഫർ ലായനികളും സൾഫർ ഓയിൻമെൻറ്റുകളും ഒക്കെ ആയിരുന്നു പഴയ കാലങ്ങളിൽ ഇതിന് കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിനുള്ള രൂക്ഷഗന്ധം മാത്രമല്ല ഫലപ്രാപ്തിയും അത്ര മെച്ചപ്പെട്ടതൊന്നും ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലിൻഡൈൻ, ബെൻസൈൽ ബെൻസോയേറ്റ്, പെർമെത്രിൻ തുടങ്ങിയ മരുന്നുകളൊക്കെ ലേപനങ്ങളായിട്ട് പുറമെ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഐവർമെക്റ്റിൻ പോലുള്ള മരുന്നുകൾ ഉള്ളിൽ കഴിച്ചും സ്കാബിസ് മൈറ്റുകളെ നമുക്ക് ഇല്ലാതാക്കാം. ഈ ലേപനങ്ങളൊക്കെ കഴുത്തിന് താഴെ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ചിട്ട് രാത്രി മുഴുവൻ കഴിഞ്ഞ് രാവിലെ കഴുകി കളയുന്ന ഒരു രീതിയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. തൊലിയുടെ വളരെ ആഴത്തിലൊന്നുമല്ല ഈ മൈറ്റുകളുള്ളത്. അതുകൊണ്ട് തന്നെ അവയൊക്കെയും ചത്തുപോകും. തൊലിക്കടിയിലെ മുട്ടകളും വിരിഞ്ഞ് വീണ്ടും മൈറ്റുകൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇത്തരത്തിലുള്ള ലേപന ചികിത്സ ചിലപ്പോൾ ചെയ്യാറുണ്ട്. എന്തൊക്കെയായാലും ഏത് കാലത്തും ഒരു 20 കോടിയോളം ആൾക്കാർക്ക് ഈ രോഗം ലോകത്തെങ്ങുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വർഷം 40 കോടിയോളം ആളുകൾ ലോകത്തെങ്ങുമായിട്ട് ഈ സ്കാബിസ് മൈറ്റുകളെ കൊണ്ട് ചൊറിഞ്ഞ് നരകിക്കുന്നുണ്ട്. എന്തൊരവസ്ഥയാണിത്! വളരെ ചെറിയ ഒരു മുട്ടുസൂചിയുടെ മുനയിലും വലിപ്പം കുറഞ്ഞ ഒരു പരാദജീവി നമ്മുടെ ശരീരം തുരന്ന് ഉള്ളിൽ ജീവിക്കുന്നതിൻ്റെ ഒരു പങ്കപ്പാട് ഇപ്പോഴും 3ാം ലോക രാജ്യങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെയുള്ള കുട്ടികളിൽ 5 മുതൽ 50% പേരിലും ഈ സ്കാബിസ് മൈറ്റുണ്ട്. ആ കുട്ടികളൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശുചിത്വ ശീലങ്ങൾ കുറേ കൂടി കർശനമാക്കേണ്ടി വരും. നമ്മുടെ ശരീരം തുരന്ന് ഉള്ളിൽ ജീവിക്കുന്ന സ്കാബിസ് മൈറ്റുകളെ പറ്റിയിട്ട് പേടിക്കാതെ ജീവിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളുണ്ട്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂര്. വളരെ ചെറിയ ഇത്തരത്തിലുള്ള മൈറ്റുകളും ചെള്ളുകളും തൊട്ടിട്ട് വളരെ വലിയ സസ്തനികളായിട്ടുള്ള ആനകൾ വരെയും തിമിംഗലം വരെയുള്ള പലതരത്തിലുള്ള നമുക്ക് ചുറ്റുമുള്ള ജീവികളെ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരയ്ക്കും വണക്കം.